കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ: ചങ്കൽ മണ്ണ്, തീരദേശമണ്ണ്, നദീതട ഏക്കൽ മണ്ണ്, ഓണാട്ടുകര ഏക്കൽ മണ്ണ്, കുട്ടനാട് ഏക്കൽ മണ്ണ്, കരിമണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്, ഉപ്പുമണ്ണ്. ചങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. കേരളത്തിന്റെ വിസ്തൃതിയുടെ 68%. വെട്ടുകൽ മണ്ണ് എന്നറിയപ്പെടുന്നു. നല്ല മഴയും ഉയർന്ന താപനിലയും ഉള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറവാണ്. കശുവണ്ടി, റബ്ബർ, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നു. ജലം തങ്ങിനിൽക്കാത്തതും അമ്മള സ്വഭാവമുള്ളതുമായ മണ്ണ് ആണ്. തീരദേശ ഏക്കൽ മണ്ണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമാണ്. ജലം നിലനിർത്താനുള്ള കഴിവ് കുറവാണ്. അമ്ലത്വം കൂടുതലാണ്. നദീതട ഏക്കൽ മണ്ണ്. കൊല്ലം ജില്ലയിലാണ് നദീതട ഏക്കൽ മണ്ണ് ധാരാളമായി ഉള്ളത്. ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അമ്ല ഗുണമുള്ള മണ്ണ്. ജലത്തെ തങ്ങിനിർത്താനുള്ള കഴിവ് കൂടുതലാണ്. ഓണാട്ടുകര ഏക്കൽ മണ്ണ. കടൽ വസ്തുക്കളുടെ നിക്ഷേപഫലമായി രൂപം കൊണ്ടത്. മണ്ണിലെ പോഷകക്കുറവാണ് ഓണാട്ടുകര മണ്ണിന്റെ പ്രധാന പോരായ്മ. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കാണപ്പെടുന്നു. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ കാണപ്പെടുന്നു. നെല്ല്, മരച്ചീനി, നാളികേരം എന്നിവ കൃഷി ചെയ്തു വരുന്നു. കുട്ടനാട് ഏക്കൽ മണ്ണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഭാഗത്ത് കാണപ്പെടുന്നു. ലവണത്വമുള്ള അമ്മള മണ്ണാണിത്. അച്ഛൻ കോവിലർ, മണി, മലയാർ, പമ്പ എന്ന് ഈ നദികളുടെ നിക്ഷേപഫലമായി രൂപം കൊണ്ടത്. വാഴ, നെല്ല്, തെങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നു. കരിമണ്ണ്. പരുത്തി, നിലക്കടല, കരിമ്പ് കൃഷിക്ക് അനുയോജ്യം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കൂടുതലായി കാണപ്പെടുന്നു. കറുത്ത മണ്ണ്, റിഗർ മണ്ണ്, ചെർനോസം ഈ പേരിൽ എല്ലാം അറിയപ്പെടുന്നു. വനമണ്ണ. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്നു. ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറം. ജലം തങ്ങി നിൽക്കുന്നതും വളക്കൂറുള്ളതുമായ മണ്ണാണിത്. ഏലം, തൈല, കാപ്പി, കുരുമുളക്, റബ്ബർ എന്നീ കൃഷികൾക്കൊക്കെ അനുയോജ്യം. ചെമ്മണ്ണ്. കേരളത്തിലെ കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയുടെ തെക്കുഭാഗത്ത് കാണപ്പെടുന്നു. വളക്കൂർ കുറഞ്ഞ മണ്ണാണ്. ചുവപ്പ് നിറത്തിന് കാരണം അയണോക്സൈഡ്. ലവണ മണ്ണ്. നെല്ലാണ് പ്രധാന വിള. എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ കൂടുതലായി കാണപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ കൈപ്പാട്, എറണാകുളം ജില്ലയിലെ പൊക്കാളി എന്നിവ ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ: ചങ്കൽ മണ്ണ്, തീരദേശമണ്ണ്, നദീതട ഏക്കൽ മണ്ണ്, ഓണാട്ടുകര ഏക്കൽ മണ്ണ്, കുട്ടനാട് ഏക്കൽ മണ്ണ്, കരിമണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്, ഉപ്പുമണ്ണ്. ചങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. കേരളത്തിന്റെ വിസ്തൃതിയുടെ 68%. വെട്ടുകൽ മണ്ണ് എന്നറിയപ്പെടുന്നു. നല്ല മഴയും ഉയർന്ന താപനിലയും ഉള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറവാണ്. കശുവണ്ടി, റബ്ബർ, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നു. ജലം തങ്ങിനിൽക്കാത്തതും അമ്മള സ്വഭാവമുള്ളതുമായ മണ്ണ് ആണ്. തീരദേശ ഏക്കൽ മണ്ണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമാണ്. ജലം നിലനിർത്താനുള്ള കഴിവ് കുറവാണ്. അമ്ലത്വം കൂടുതലാണ്. നദീതട ഏക്കൽ മണ്ണ്. കൊല്ലം ജില്ലയിലാണ് നദീതട ഏക്കൽ മണ്ണ് ധാരാളമായി ഉള്ളത്. ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അമ്ല ഗുണമുള്ള മണ്ണ്. ജലത്തെ തങ്ങിനിർത്താനുള്ള കഴിവ് കൂടുതലാണ്. ഓണാട്ടുകര ഏക്കൽ മണ്ണ. കടൽ വസ്തുക്കളുടെ നിക്ഷേപഫലമായി രൂപം കൊണ്ടത്. മണ്ണിലെ പോഷകക്കുറവാണ് ഓണാട്ടുകര മണ്ണിന്റെ പ്രധാന പോരായ്മ. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കാണപ്പെടുന്നു. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ കാണപ്പെടുന്നു. നെല്ല്, മരച്ചീനി, നാളികേരം എന്നിവ കൃഷി ചെയ്തു വരുന്നു. കുട്ടനാട് ഏക്കൽ മണ്ണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഭാഗത്ത് കാണപ്പെടുന്നു. ലവണത്വമുള്ള അമ്മള മണ്ണാണിത്. അച്ഛൻ കോവിലർ, മണി, മലയാർ, പമ്പ എന്ന് ഈ നദികളുടെ നിക്ഷേപഫലമായി രൂപം കൊണ്ടത്. വാഴ, നെല്ല്, തെങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നു. കരിമണ്ണ്. പരുത്തി, നിലക്കടല, കരിമ്പ് കൃഷിക്ക് അനുയോജ്യം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കൂടുതലായി കാണപ്പെടുന്നു. കറുത്ത മണ്ണ്, റിഗർ മണ്ണ്, ചെർനോസം ഈ പേരിൽ എല്ലാം അറിയപ്പെടുന്നു. വനമണ്ണ. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ പ്രധാനമായും കാണപ്പെടുന്നു. ഇരുണ്ട ചുവപ്പ് കലർന്ന തവിട്ട് നിറം. ജലം തങ്ങി നിൽക്കുന്നതും വളക്കൂറുള്ളതുമായ മണ്ണാണിത്. ഏലം, തൈല, കാപ്പി, കുരുമുളക്, റബ്ബർ എന്നീ കൃഷികൾക്കൊക്കെ അനുയോജ്യം. ചെമ്മണ്ണ്. കേരളത്തിലെ കുന്നിൻ ചെരുവുകളിൽ കാണപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയുടെ തെക്കുഭാഗത്ത് കാണപ്പെടുന്നു. വളക്കൂർ കുറഞ്ഞ മണ്ണാണ്. ചുവപ്പ് നിറത്തിന് കാരണം അയണോക്സൈഡ്. ലവണ മണ്ണ്. നെല്ലാണ് പ്രധാന വിള. എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ, തൃശൂർ ജില്ലകളിൽ കൂടുതലായി കാണപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ കൈപ്പാട്, എറണാകുളം ജില്ലയിലെ പൊക്കാളി എന്നിവ ഉദാഹരണങ്ങളാണ്.